കേന്ദ്ര സർക്കാർ ജോലികൾക്കായി തയ്യാറെടുക്കുന്ന, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലികൾക്കായി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. അതാണ് പറയാൻ പോകുന്നത്. കേന്ദ്ര സർക്കാർ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അതിന്റെ 2026-27 അക്കാദമിക് കലണ്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ SSCയുടെ CGL, SSCയുടെ CHSL, MDS, GD, കോൺസ്റ്റബിൾ, അതേപോലെ JE, സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ പ്രധാന റിക്രൂട്ട്മെന്റ് പരീക്ഷകൾക്കുള്ള അറിയിപ്പുകളൊക്കെയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് അക്കാദമിക് കലണ്ടറിൽ ഉണ്ടാവുക. അതെന്താണെന്നുള്ളത് കൃത്യമായി ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് എന്നുള്ളത്. SSC CGL എന്ന് വെച്ചാൽ കമ്പൈൻഡ് ഗ്രാജുവേഷൻ ലെവലാണ്. അതായത് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ, 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പരീക്ഷകളെയാണ് നമ്മൾ CGL എന്ന് പറയുക, കമ്പൈൻഡ് ഗ്രാജുവേഷൻ ലെവൽ എന്ന് പറയുന്നത്. +2 യോഗ്യതയുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാൻ എഴുതാൻ പറ്റിയ പരീക്ഷകളാണ് CHSL എന്ന് പറയുന്നത്. 10ാം ക്ലാസ് യോഗ്യതയുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റിയ പരീക്ഷകളാണ് നമ്മൾ മൾട്ടി ടാസ്ക് സ്റ്റാഫ് എന്ന് പറയുന്നത്, MDS എന്ന് പറയുന്നത്. അപ്പം ഈ എക്സാംസിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടയർ 1 എക്സാംസ് ആണ്. ഫസ്റ്റ് ഒരു പ്രിലിംസ് ഉണ്ടാവും. ആ പ്രിലിംസ് നമ്മൾ അച്ചീവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെയിൻസ് എക്സാംസ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് CGL, CHSL, MDS എന്നുള്ള എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊരു ഗവൺമെൻറ് ഓഫീസിലേക്ക് പോകുകയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ആ ഗവൺമെൻറ് ഓഫീസിൽ നമ്മൾ പോയി, സെൻട്രൽ ഗവൺമെൻറ് ഓഫീസ് തന്നെ ആയിക്കോട്ടെ, ആലോചിക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രയാസമില്ലല്ലോ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഓഫീസിൽ പോകുന്ന സമയത്ത് നമ്മളുടെ പേപ്പർ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഓരോ ക്യാബിൻ തിരിച്ചുകൊണ്ടുള്ള എംപ്ലോയീസ് ഉണ്ടാവും, ഉദ്യോഗസ്ഥരുണ്ടാവും. ഇതാണ് ഒരു ക്ലറിക്കൽ പോസ്റ്റുകളാണ്, എപ്പോഴും ക്ലർക്ക് പരമായിട്ടുള്ള പോസ്റ്റുകളാണ്. ഇത്തരം പോസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത് CHSL, അതായത് കമ്പൈൻ ഹയർ സെക്കൻഡറി ലെവൽ എക്സാംസ് എഴുതി പാസ്സായി വന്ന ആളുകളാണ്. ഇനി നമ്മൾ പേപ്പർ വർക്കെല്ലാം കാര്യങ്ങളൊക്കെ ശരിയാണ്, പേപ്പർ അവിടുന്ന് വാങ്ങിക്കൊണ്ട് അത്തരത്തിൽ ഓടി നടന്നുകൊണ്ട് എല്ലാ പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വേണ്ടപ്പെട്ടവർക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കുന്ന ചില ആളുകളുണ്ടാവും. അതായത് പിയൂൺ വർക്ക് കാര്യങ്ങൾ പോലുള്ള തസ്തികളാണ്. അത് മൾട്ടി ടാസ്കിങ്, അതായത് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻസ് വരുന്ന മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി ഈ പേപ്പർ വർക്ക് എല്ലാം കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞത് ഒരു അപ്രൂവൽ ആയിട്ട് വരണം, അല്ലെങ്കിൽ ഒരു ഗ്രീൻ പേന കൊണ്ട് സൈൻ ചെയ്താൽ മാത്രമാണ് അതൊരു ഓർഡർ ആയി വരികയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഗസറ്റഡ് പോസ്റ്റുകൾ അലങ്കരിക്കുന്ന ആളുകളാണ് എന്ത്, CGL എന്ന് പറയുന്നത്, കമ്പൈൻ ഗ്രാജുവേഷൻ ലെവൽ എന്ന് പറയുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? യെസ്, റൈറ്റ്.